അപ്പോൾ എം കെ ഫുഡ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാളുവിൻ്റെയും അമ്മയുടെയും വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങ അരച്ച കൊഴിയാളയുടെ കറിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തേങ്ങയൊക്കെ അരച്ച് ഗംഭീരമായിട്ട് മൺചട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കൊഴിയാളക്കറി കൂടാതെ തന്നെ ഇന്ന് സ്പെഷ്യൽ വിഭവങ്ങളുണ്ട് കേട്ടോ. സ്പെഷ്യൽ വിഭവം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വിഭവമാണ്. നല്ല ഒന്നാന്തരം ചിക്കൻ്റെ കാല് വറുത്തത്, അതും സവാളയൊക്കെ അരിഞ്ഞിട്ട് മാളും അമ്മയും കൂടെ ചേർന്ന് ഡെക്കറേറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞ് വന്നിരിക്കുകയാണ് ചിക്കൻ ഫ്രൈയും നല്ല കൊഴിയാളക്കറിയും. നല്ല കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ. നല്ല ചോറ്, പിന്നെ നമ്മളെ ചോറ്, പിന്നെ പുളിശ്ശേരി ഉണ്ട്. കടുകൊക്കെ വറുത്തിട്ട് താളിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന നല്ല പുളിശ്ശേരി. ഇവിടെ പുളിശ്ശേരി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് വെറൈറ്റി ഐറ്റം. ഇതിനകത്ത് ചേമ്പിൻ്റെ തണ്ട്, ക്യാരറ്റ്, മറ്റ് കുറേ ഐറ്റംസ് അമ്മയുടെ വകയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ തൈര്, മുളക്. ചോറ് പാത്രത്തിലേക്ക് മാളും അങ്ങനെ പകർന്ന് വെക്കുകയാണ്. നല്ല തുമ്പപ്പോലിരിക്കുന്ന ചോറാണ്. കണ്ടു കഴിഞ്ഞാൽ കൂടിയവരുടെ അരിയാന്ന് പറയും, പക്ഷേ അല്ല. ഇതാണ് നമ്മുടെ സ്വന്തം റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ റേഷൻ അരി ചോറാണ് കേട്ടോ. അത് അതിൻ്റേതായ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് ആ ചോറിന്. കണ്ടില്ലേ, ചോറ് അങ്ങോട്ട് വിളമ്പി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊഴിയാളക്കറി, ആ ഗ്രേവിയും കുറച്ച് ഇതും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് മാളു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പം ഞാൻ ചോറ് കഴിക്കാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് കോരി ഇതിനകത്തേക്ക് ഒഴിക്കുക മാളു. ഒരു ചെറിയ രീതിയിൽ അങ്ങോട്ട് കോരി ഒഴിക്കും. ചോറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ കണ്ടില്ലേ, ആ ഭംഗി കണ്ടില്ലേ, എന്താ രസം. തക്കാളിയുടെ പീസും എല്ലാം ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ വായിൽ വെള്ളം വരും. അതേപോലെയാണ്. പിന്നെ വേണ്ട ചിക്കൻ ഫ്രൈ, ചിക്കൻ്റെ കാല്. ഞാൻ എപ്പോഴും പറയും, ചിക്കൻ വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്ക് കാലിനൊന്നും ചെയ്യരുത്, കാലിനെ ഉപദ്രവിക്കുകയും ചെയ്യരുത്. അതങ്ങനെ തന്നെ ഇട്ടേക്കണമെന്ന്. കാരണം കാല് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതിന് തൊട്ടപ്പുറത്ത് നമ്മളെ താളിച്ച് വെച്ചിരിക്കുന്ന പുളിശ്ശേരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരി ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സാധാ എല്ലാ ട്രിപ്പും ചെയ്യുന്ന പോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിലുള്ള തൈര്, മുളകും, പിന്നെ ആ വെറൈറ്റി ചേമ്പിൻ തണ്ട് തോരനാണ്. ചേമ്പിൻ്റെ തണ്ട് ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്ന് 2 സ്പെഷ്യലാണുള്ളത്. ഒന്ന് ചിക്കൻ ഫ്രൈ ഉണ്ട്, രണ്ടാമതായി നമ്മുടെ ചേമ്പിൻ തണ്ട് തോരനും, പിന്നെ മുളക് വറുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.